അല്ല, അത് കഴിഞ്ഞ ആ അന്വേഷണത്തിന് അപ്പോൾ ആ തസ്തികത്തിൽ എത്ര കാലം തുടർന്നത് പിന്നീട് ഈ അന്വേഷണം നടക്കുമ്പോഴും? തിരുവനന്തപുരത്തേക്ക് SC/ST വകുപ്പിലേക്ക് സെക്രട്ടറി ആയിട്ട്, സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് വന്നു. സെക്രട്ടറി ആവേണ്ട ഇത് കഴിഞ്ഞു, പക്ഷേ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ SC/ST ഡിപ്പാർട്ട്മെന്റിൽ പിന്നെ അവിടെ രാധാകൃഷ്ണൻ സാർ മിനിസ്റ്റർ ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ SC അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ കടന്നു പറഞ്ഞിരുന്നു. എന്ന് മാത്രം നമ്മളവിടെ ഈ കുറേ കാര്യങ്ങൾ സമഗ്രമായിട്ട് പരിഷ്കരിക്കാനും കുറേ സാധനങ്ങൾ ചേഞ്ചസ് വരുത്തി ഫണ്ടിങ് എക്സ്പെൻഡിച്ചറൊക്കെ നമ്മൾ ഒറ്റ പൈസ പോലും ലാപ്സ് ആക്കാതെ ആ 2 വർഷം കൊണ്ടുപോയി. അപ്പോൾ ഈ 2 വർഷത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ്സുകാരെ ഏറ്റവും ബെസ്റ്റ് മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇത് റാങ്കിങ് ഒക്കെ ഇടുമല്ലോ. അപ്പോൾ അതിൽ 2 വർഷവും രാധാകൃഷ്ണൻ സാറാണ് നമ്പർ 1 വന്നത്. അപ്പോൾ ആ ടീം ലീഡ് ചെയ്യുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കും അതൊരു ക്രെഡിറ്റാണ്, ഞങ്ങൾക്കും വലിയ സന്തോഷമായിരുന്നു. 2ാമത്തെ വർഷവും രാധാകൃഷ്ണൻ സാറ് നമ്പർ 1 ആയി വന്നു. അപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞു ഇനി പ്രശ്നമാണ്. എനിവേ രാധാകൃഷ്ണൻ സാർ അപ്പോൾ തന്നെ അധികം വൈകാതെ അവിടെ നിന്ന് പോയി. നമ്മളതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് പോകണ്ട അല്ലേ? ഞാനും പോകുന്നില്ല. ഈ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണനോടത്തുള്ള വർക്ക് ചെയ്യാൻ സാഹചര്യം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടുണ്ട്. ആക്ച്വലി നല്ല കാഴ്ചപ്പാട്, അനുഭവമുണ്ട്. വളരെ ചെറുപ്പത്തിലെ മിനിസ്റ്ററൊക്കെ ആയതാണല്ലോ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ മിനിസ്റ്റേഴ്സും എൻ്റെ അനുഭവത്തിൽ ദേ ഹാവ് ബീൻ റിയലി ഗുഡ്. അറിയാനും അത് സബ്ജക്റ്റ് പഠിക്കാനൊക്കെ ശ്രമിക്കുന്ന മിനിസ്റ്റേഴ്സും ഒക്കെ തന്നെയാണ്. എല്ലാ UDF ആയാലും LDF ആയാലും എല്ലാത്തിലും. രാധാകൃഷ്ണൻ സാർ എസ്പെഷ്യലി, കാരണം അദ്ദേഹത്തിന് ഈ സെക്ടർ നന്നായിട്ട് അറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ മറ്റേ പോസ്റ്റ് മെട്രിക്കിൻ്റെ ഈ സ്കോളർഷിപ്പുകൾ IIT-യിലും IIM-ലും ഒക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ അമൃതയിലോ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഞെട്ടലോടെ കണ്ടുപിടിച്ചിട്ട് ഇത് മുഴുവൻ മാറ്റാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടല്ലോ. അപ്പോൾ ഇത് റെഡിയാക്കി ഇതിൻ്റെ ഫയലും മറ്റേതൊക്കെ എത്തുമ്പോഴും രാധാകൃഷ്ണൻ സാറ് ഭയങ്കര ഹാപ്പി. സാറ് പറയും ഞാനിത് എത്ര കാലമായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ എത്ര കാലമായി പറയുന്നത്, ഇതാ എന്ന് വെച്ചാൽ മിനിസ്റ്റേഴ്സിന് ഇഷ്യൂ അറിയാം, അത് എങ്ങനെ ചെയ്യാൻ, ഇത് എവിടെയാണ് അതിന്റെ പ്രശ്നം എന്ന് കണ്ടെത്തി അവർക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ, അവർ ഐഡിയ പറഞ്ഞാൽ മതിയല്ലോ. അവർ ഐഡിയ പറഞ്ഞാൽ മതി. അപ്പൊ സാറിന്റെ അടുത്ത് ഇത് പലരും പറഞ്ഞിട്ടുണ്ട്, സാർ ഇത് എത്രയോ തവണ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറയുകയും ചെയ്തിട്ടുള്ളതാണ്, ഇത് ഈ പ്രശ്നം തീർക്കണം. പക്ഷെ നോക്കുമ്പോൾ ഇത് മൊത്തം സമഗ്രമായിട്ട് പരിഷ്കരിക്കണം, പണിയുണ്ട്. അപ്പൊ അതാരും ചെയ്യാതെ ഇങ്ങനെ ഉഴപ്പി ചെയ്യാം സാർ, ചെയ്യാൻ സാർ അങ്ങനെ ഹി വാസ് വെരി സപ്പോർട്ടീവ് അത്തരം കാര്യങ്ങളൊക്കെ. മാത്രമല്ല അഴിമതി സംബന്ധിച്ചിട്ടുള്ള ഫയലുകൾ കുറേ എണ്ണം നമ്മൾ പൊക്കിയത് ഉണ്ടായിരുന്നു. അതിലുമൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഓർഡേഴ്സ് തരാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു.